ഒരു വയസ്സ് അത് എത്ര തന്നെ ചെറുതായിരുന്നാലും ഒരു കുട്ടിയുടെ ആദ്യത്തെ അനുഭവങ്ങൾ ഒരു അമ്മയുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കും. വാക്കുകൾ പഠിക്കാത്ത പ്രായം, പക്ഷെ കണ്ണുകൾ കൊണ്ട് എല്ലാം ചോദിക്കുന്ന സമയം. ഇന്ന് അവളുടെ ആ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് അവളുടെ ആദ്യത്തെ യാത്ര തുടങ്ങി. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി പോകുന്നത് ഒരുപാട് നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരിടത്തേക്കാണ്. കേട്ടവരെല്ലാം എന്നെ കളിയാക്കിയ ഒരിടം. അവിടെ എന്തുണ്ട്? ഇത്രയും വെയിലത്തോ? അല്ലെങ്കിലും ഈ ചെറുപ്രായത്തിൽ അവൾക്ക് എന്ത് മനസ്സിലാകാനാണ്? എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എത്തിയത് ട്രിവാൻഡ്രം സൂവിലേക്കാണ്. ഈ മൃഗശാല ഒരിക്കൽ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ വന്നിടം. അന്നെനിക്ക് 6 or 7 വയസ്സ്. എൻ്റെ യാമിക്ക് ഇന്ന് 1 വയസ്സ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് യാത്ര ചെയ്യും. അന്നെനിക്ക് മൃഗശാല എന്നത് ഒരു സ്വപ്നലോകമായിരുന്നു. മൃഗശാല ഒരു വിസിറ്റിംഗ് മാത്രമല്ല, അമ്മ നൽകിയ അനുഭവങ്ങളാണ് ഞാൻ അവളിലേക്ക് പകരുന്നത്. ഒരുപക്ഷെ അവൾ എന്ത് കണ്ടുവെന്ന് അവൾ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം മറക്കും. പക്ഷെ ഞാൻ അതിലൂടെ കണ്ടത് എൻ്റെ ബാല്യകാലമാണ്. ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട യാത്ര അവളുടെ കുഞ്ഞ് ആദ്യമായി ലോകം കാണുന്ന നിമിഷത്തിലൂടെയാണ്. സൂവിന്റെ ഗേറ്റ് കടന്നപ്പോൾ മുതൽ അവൾ ഒരുപാട് ക്യൂരിയസ് ആണ്. ഓരോന്നും അത്രമാത്രം ശ്രദ്ധയോടെ നോക്കി കാണുന്നു. ഇത് എന്താ എന്ന് ചോദിക്കുന്നത് പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. പറയുന്നത് ശ്രദ്ധിച്ച് ഓരോ കാഴ്ചയും ആസ്വദിക്കുന്നു. സൂ മുഴുവൻ ചുറ്റി നടക്കുമ്പോൾ മൃഗങ്ങളെക്കാൾ അത്ഭുതം അവളുടെ ആദ്യത്തെ അനുഭവങ്ങൾക്കാണ്. അവളുടെ മുഖഭാവങ്ങൾ, ചെറിയ ചെറിയ പ്രതികരണങ്ങൾ, അമ്മയായി ഞാൻ ശേഖരിക്കുന്ന അമൂല്യമായ ഓർമ്മകൾ, അവൾക്കൊപ്പമുള്ള ഒരു ചെറിയ വലിയ യാത്ര. സൂ എന്നത് ഒരു ആസ്വാദകം മാത്രമല്ല, ഈ ഒരു പ്രകൃതി നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും കൂടി ഉള്ളതാണെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവൾക്ക്.